അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹമാണ് അവൻ്റെ ദീൻ സംസാരിക്കാൻ, കേൾക്കാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് സാധിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഈ കർമ്മം പരിപൂർണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഒരു ഖുത്ബ പോലും ഒരുപക്ഷെ ആ സ്വഹാബിയുടെ പേര് പറയാതെ, ഉച്ചരിക്കാതെ പോകാത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അവിടെ താമസിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന ആളുകളോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും, നിങ്ങൾ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം? നിങ്ങളുടെ ചെവികളിൽ പഞ്ഞി വച്ചിട്ടല്ലാതെ നിങ്ങൾ നടക്കാൻ പാടില്ല. കാരണം അവിടെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ വീണുപോകും. അത് കേൾക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ മദീനയിലേക്ക് പോകുന്ന സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്നപ്പോഴുമൊക്കെ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നും പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ തിരിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി, പിന്നീട് സ്വഹാബിയായി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇതുപോലെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വാക്ക് കേട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ 2 കഷ്ണം പഞ്ഞി വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളൊന്നും, പറയുന്ന വാക്കുകളൊന്നും കേൾക്കില്ല എന്ന് തീരുമാനിച്ച് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന് കൗതുകമായി. കാരണം ഞാൻ വലിയ ആളാണല്ലോ, ഞാനിപ്പോൾ ഈ മുഹമ്മദിന്റെ വാക്ക് കേട്ടാൽ എനിക്ക് എങ്ങനെയാണ് ഒരു മാറ്റമുണ്ടാവുക? ഇവൻ പറയുന്നത് ശരിയല്ല എന്ന ബോധവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനു പേടിക്കണം എന്നൊക്കെയുള്ള ചിന്തയിൽ ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്ന് ഈ പഞ്ഞികൾ എടുത്തു മാറ്റുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പാരായണം ചെയ്ത മധുരമനോഹരമായ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അദ്ദേഹം കേൾക്കുകയും ആ വചനങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുകയും നിസ്കാരം കഴിഞ്ഞ് കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മനുഷ്യൻ പറയുന്നുണ്ട്, തുഫൈൽ പറയുന്നുണ്ട്, മുഹമ്മദെ, താങ്കൾ ഓതിയ ആ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ എനിക്ക് ഇനിയും ഒന്ന് ഓതിത്തരുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വീണ്ടും ഓതിക്കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അദ്ദേഹത്തിൻ്റെ മേൽ ഓതിക്കൊടുത്തു.
ആ ആയത്തുകൾ അവസാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ചോക്കെ, കേൾക്കരുത്, കേട്ടുപോകരുത് എന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നിട്ടും ഞാൻ കേട്ടാൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ സ്വീകരിക്കില്ല എന്ന് മനസ്സ് മന്ത്രിച്ചിട്ടും പരിശുദ്ധ ഖുർആനിൻ്റെ ആ വചനങ്ങൾ ഒരു മനസ്സിനെ സ്വാധീനിക്കുന്ന വലിപ്പവും ഒരു മനസ്സിൽ ഉണ്ടാക്കുന്ന കോളിളക്കവും എത്രയാണ്. അതിനെ തദബ്ബുർ ചെയ്ത്, അതിനെ ചിന്തിച്ച് ആലോചിച്ച് ആ പറയുന്ന ആയത്തുകളെ ഒന്നാവർത്തിച്ച് മനസ്സിലിരുത്തി പറഞ്ഞാൽ ഏത് ഇളകാത്ത മനസ്സും ഇളകുമെന്നതിന് ഈ ഒരു ചരിത്രം വലിയ സാക്ഷിയാണ്. തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ച് യമനിലേക്ക്, അദ്ദേഹത്തിൻ്റെ നാട് യമനിലാണ്, യമനിലേക്ക് യാത്രയായി. അവിടെ ആടുകളെ മേച്ചു നടന്നിരുന്ന ഒരു യതീമായ ഒരു ബാലനുണ്ടായിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോഴും മരുഭൂമിയുടെ പച്ചപ്പില്ലാത്ത പ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോഴും പരന്നു കിടക്കുന്ന ആകാശങ്ങളെ കാണുമ്പോഴും വിരിഞ്ഞു കിടക്കുന്ന ഭൂമിയെ ബോധ്യപ്പെടുമ്പോഴും ഈ ബാലൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. എന്താണ് ചിന്ത? ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? ഈ ഭൂമിയെ സംവിധാനിച്ചവൻ ആരാണ്? ഈ ചരാചരങ്ങളെയും ഇവിടെയുള്ള പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണ്? ഏത് മനസ്സും കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില ചോദ്യങ്ങളാണത്. ഏതു മനുഷ്യനും ഇവിടെ ജീവിക്കുന്നുണ്ടോ അവൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാകുന്ന ചോദ്യമാണ്, ആരാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ? ഞാൻ ആരാധിക്കുന്നവനൊന്നുമല്ല, ഞാൻ പൂജിക്കുന്നവരാരുമല്ല ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, പിന്നെ ആരാണ്? അപ്പോൾ ഏകനായ ഒരു ദൈവികമായ അറിവിലേക്ക് ഏതു മനുഷ്യൻ്റെയും ഹൃദയം ചെന്നെത്തുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഈ ബാലനും അങ്ങനെ ചിന്തിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ സമയത്താണ് തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ബാലനോട് അദ്ദേഹം മനസ്സിലാക്കിയ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത്. അദ്ദേഹം മനസ്സിലാക്കിയ ഇസ്ലാം പ്രബോധനം ചെയ്യുകയും ഈ ബാലൻ ഇസ്ലാമിനെ പുൽകുകയും ചെയ്തു. ആരുടെ വാക്കിൽ നിന്ന്? തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ നിന്ന്. കണ്ണു കാണാത്ത മൈമുന എന്ന പേരുള്ള തൻ്റെ ഉമ്മയെയും കൂട്ടി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ പ്രവാചകൻ മദീനത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന അറിവിൽ ആ പ്രവാചകനെ കാണാനും പ്രവാചകന്റെ കൂടെ ഇരിക്കാനുമുള്ള അങ്ങേയറ്റത്തെ കൊതി കാരണം ഒരു ബാലൻ തൻ്റെ ഉമ്മയെയും കൂട്ടി മദീനയിലേക്ക് ഹിജറ 7 എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര തിരിക്കുന്നുണ്ട്. ആ ബാലൻ്റെ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 4375 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ ഒക്കെ കൂലി ആർക്കുണ്ട്? തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതാണ് നമ്മൾ കാരണം ഒരാൾ ഈ വെളിച്ചം കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര അനുഗ്രഹങ്ങളാണ് ദുനിയാവിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. തുഫൈൽ ഇബ്നു അംർ ദൗസിന് ഒരാൾക്ക് അറിയില്ല. ആർക്കറിയാം? അബൂ ഹുറൈറയെ എല്ലാവർക്കും അറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി എന്നാണ്. എന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അല്ലെ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് അറിയില്ല. അബൂ ഹുറൈറ നമ്മൾ പറയും, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താ? അബ്ദുറഹ്മാൻ. അങ്ങനെയെങ്കിലും മനസ്സിലാക്കി നോക്കാം, ബാക്കിയുള്ളത് പോട്ടെ. അബ്ദുറഹ്മാൻ. എന്താണ്? അബ്ദുറഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങൾ ഏതൊക്കെയാ? ഒന്ന് എൻ്റെ പേര് അബ്ദുള്ള. എൻ്റെ ശരിക്കുള്ള പേര് അബ്ദു മനാഫ് എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആ പേര് കണ്ടിട്ട് എന്നെ കൊല്ലാൻ നിൽക്കരുത്. നമുക്കൊരു ആൾമാറാട്ടം നടത്തി വന്നേക്കാണ്. ശരിക്കുള്ള പേര് അബ്ദുൽ മനാഫ് എന്നാണ്. അപ്പോൾ പഠിക്കാൻ ചെന്നപ്പോൾ ആ പേര് പറ്റൂല എന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? അബ്ദുള്ള എന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള എന്ന് വിളിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റിലൊക്കെ അബ്ദു മനാഫ് തന്നെയാണ്. പക്ഷെ പ്രവാചകൻ്റെ പരമ്പരയിലൊക്കെ പെട്ടാണല്ലോ, കുടുംബത്തിലൊക്കെ പെട്ടാണ്, ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷെ പറ്റൂല, നമുക്ക് പറ്റൂല, നമ്മുടെ പേര് അത് പറ്റൂല.
കാരണം എന്താ, മനാഫിൻ്റെ അടിമ എന്നതിൻ്റെ അർത്ഥം. മനാഫ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊരു വിഗ്രഹത്തിൻ്റെ പേരാണ്. ആ പേരെന്ത് ചെയ്യില്ല, നമുക്ക് ഇടാൻ പറ്റൂല. ഞാൻ ആരും ഇടണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ പേരിടലിൽ ശ്രദ്ധിക്കണം. അറിയില്ലാത്ത കാലത്ത് പെട്ടതായിരിക്കും അല്ലാഹു അല്ലേ. നോക്കിയേ, ഞാൻ പറഞ്ഞത് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു? അബ്ദുഷംസ് എന്നായിരുന്നു. എന്തായിരുന്നു? അബ്ദുഷംസ്, ഷംസിൻ്റെ അടിമ, സൂര്യൻ്റെ അടിമ. അപ്പോൾ പിന്നെ നമുക്ക് പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇസ്ലാം സ്വീകരിക്കുമ്പോൾ, ബോധ്യപ്പെടുമ്പോൾ, അറിവുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ തെറ്റിൽ തന്നെ നിൽക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ മാറണം അല്ലേ, നമ്മൾ മാറണം. അദ്ദേഹത്തിൻ്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ, ഹാരിസ്. എന്താണ്? അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ, ഹാരിസ് അല്ലേ. ഈ പേരുകളൊക്കെ എന്താണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാമങ്ങളാണ്. സഹാബികളുടെ മിക്ക പേര് അബ്ദുല്ല എന്നാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അല്ലേ. നമ്മളെ ഇബ്നു മസ്ഊദ്, ഇബ്നു ഉമർ, അതെന്താണ്? അദ്ദേഹത്തെ അറിയാൻ വേണ്ടിയാണ്. കാരണം അബ്ദുല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കുക ഏത് അബ്ദുള്ളയാണ്. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്? അവരുടെ പിതാവിലേക്ക് ചേർത്ത് എന്ത് ചെയ്യും? അവരറിയപ്പെടും. നമ്മളങ്ങനെ പറയേണ്ടത് ശരിക്കും പിതാവിലേക്ക് ചേർത്ത് എന്ത് ചെയ്യണം? പറയാൻ ശ്രമിക്കണം. നല്ലതാണ്. പിന്നീട് ഒരു ചോദ്യം വരില്ല, ആരുടെ മോനാണ്? ഒറ്റ പേര് പറഞ്ഞാൽ മതി. അബ്ദുല്ലാഹിബിൻ മാഹിൻ എന്ന് പറഞ്ഞാൽ മാഹിൻകാട് മോനാണല്ലേ, ഓക്കെ, കഴിഞ്ഞു. രണ്ടാമതൊരു ചോദ്യം എന്ത് ചെയ്യില്ല. അടുത്ത ചോദ്യം എന്താ? വാപ്പാൻ്റെ പേരെന്താന്നാണ്. നമ്മൾ പേര് പറഞ്ഞ രണ്ടാമത് ചോദിക്കുക എന്താ? വാപ്പാൻ്റെ പേരെന്താ. അപ്പോൾ ആ പെരിച്ചിൽ കുറഞ്ഞു കിട്ടും. എപ്പോൾ? ഒറ്റ പേര് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബ്ദുഷംസ് എന്നാണ്. അപ്പോൾ അബൂ ഹുറൈറ എന്ന് എങ്ങനെ കിട്ടി? അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു പൂച്ചക്കുട്ടി, ഹിറത്തുന്ന പൂച്ചക്കുട്ടീനെ പറയാം, ഹിറ. അപ്പോൾ ആ പൂച്ചക്കുട്ടിയുടെ വാപ്പ അബൂ ഹിറ, അങ്ങനെയാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. പിന്നീട് അത് എന്ത് ചെയ്തു? അബൂ ഹുറൈറ എന്ന രൂപത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പേര് വിളിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലാണ് ആ പേര് വിളിച്ചത്. ക്ലാസ് കഴിയുമ്പോൾ ചോദ്യം കേട്ടോ, ചില ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ പേര് വിളിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബൂ ഹിർ എന്ന പേര് വിളിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? അത് അബൂ ഹുറൈറ എന്ന രൂപത്തിലേക്ക് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഒരു നിഴൽ പോലെ സഞ്ചരിച്ച സ്വഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നിഴൽ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ എപ്പോഴും ഏകദേശം 4 വർഷവും 3 മാസവും എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇദ്ദേഹം സഞ്ചരിച്ചു. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് സഞ്ചരിച്ചു. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ എണ്ണം പറഞ്ഞു, 4000 നേരത്തെ പറഞ്ഞു അല്ലേ. 5374 എന്താണ്? 5374 അബൂ ഹുറൈറ. രണ്ടാമത്തെ സ്ഥാനം ആർക്കാന്നറിയോ? അബ്ദുല്ലാഹിബ്നു ഉമർ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്. എന്താണ്? മുത്തബിഉസ് സുന്ന. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു. മുത്തബിഉസ് സുന്ന, സുന്നത്തിനെ ഹയാത്താക്കിയ. അതിനൊരു ഉദാഹരണം പറഞ്ഞാലോ, അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നടന്നു പോയ സമയത്ത് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിനൊരു കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പിൻ്റെ കാരണം കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ വെച്ചൊന്ന് ഇങ്ങനെ കുനിയായിരുന്നു, ഒന്ന് തല ഇങ്ങനെ കുനിച്ചിട്ട് പോരുന്നു. ഇദ്ദേഹം ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പരമാവധി പ്രവാചകൻ നടന്ന വഴികളിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ആ മരം ഉണ്ടായിരുന്ന സ്ഥലത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് കുനിഞ്ഞിട്ട് അദ്ദേഹം പോകും. ഒരു സുന്നത്തല്ലാഞ്ഞിട്ട് കൂടി എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ചതുപോലെ, നടന്നതുപോലെ, ആ കാൽവെപ്പ് പോലും അങ്ങനെ ആകണമെന്ന് പരിശ്രമിച്ച സ്വഹാബിയാണ് ആര്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടാം സ്ഥാനം 2600 ഹദീസുകളാണ് ആര്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ. ഇനി എന്താണ് ഇത്രയും ഹദീസുകൾ അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? മനസ്സിലായില്ലേ? അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തു ബഖറ, അതിൻ്റെ 159, 160 ആയത്തുകളാണ്. എന്താണ്? പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 159, 160 ആയത്തുകളാണ്. എന്താണത്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ
മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുക്കുന്നതിന് ശേഷം മറച്ചു വെക്കുന്നവരാരോ, അഥവാ ഒരു അറിവ് കിട്ടിയിട്ട് അത് വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പേടിയതായിരുന്നു. കാരണം അള്ളാന്റെ റസൂലിന്റെ കൂടെ എപ്പോഴും നടക്കുമ്പോൾ എന്ത് കിട്ടും? അറിവ് കിട്ടും. ഈ അറിവ് പകർന്നു കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും? അള്ളാന്റെ ശാപുണ്ടാകും. മനസ്സിലായില്ലേ? അള്ളാന്റെ ശാപുണ്ടാകും. ആ ശാപം മാത്രല്ല, ശപിക്കുന്നവരൊക്കെയും എന്ത് ചെയ്യും? ആ മറച്ചു വെക്കുന്നവരെ ശപിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ ഗൗരവമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? ഈ കാര്യം പറയാൻ, ഈ കാര്യം പ്രചരിപ്പിക്കാൻ, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കാരണമായത് എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. നോക്കിയേ, അദ്ദേഹം പറയുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാ, ഖാല ഇന്നൻ നാസ യഖൂലൂൻ, ജനങ്ങൾ ഇങ്ങനെ പറയാണ്, എന്താണ്? അക്സറ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാം, വലൗല ആയതാനി ഫി കിതാബില്ലാഹ് മാ ഹദ്ദസ്തു ഹദീസ, അള്ളാന്റെ റസൂലിന്റെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഈ 2 ആയത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ, ഞാൻ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. അദ്ദേഹം 5374 ഹദീസ് റിപ്പോർട്ട് ചെയ്താനുള്ള കാരണം എന്താ? സൂറത്തുൽ ബഖറയിലെ 159, 160 ആയത്താണ്. അദ്ദേഹം പറയാ, ഈ ആയത്തുകൾ ഇല്ലായിരുന്നെങ്കിലോ ഞാൻ ഒരു ഹദീസ് പോലും റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ആയത്ത് പാരായണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തു, മറ്റുള്ളവർക്ക് ഇത് പറ്റിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാചകം എന്താണ്? ഇന്ന ഇഖ്വാനന മിനൽ മുഹാജിരീന കാന യശ്ഉലുഹും അസ്സഫ്ഖു ബിൽ അസ്വാഖ്, എൻ്റെ കൂട്ടുകാരായ മുഹാജിരീങ്ങൾ അവര് എന്ത് ചെയ്യുമായിരുന്നു? അവർ അങ്ങാടികളിൽ കച്ചവടത്തിന് തിരക്കിലായിരുന്നു. അവർക്ക് ഹദീസുകൾ വായിക്കാനോ കേൾക്കാനോ അതിനുവേണ്ടി പ്രവാചകന്റെ കൂടെ ഇരിക്കാനോ എന്ത് ചെയ്തിട്ടില്ല? സമയം ലഭിച്ചിട്ടില്ല. വഇന്ന ഇഖ്വാനന മിനൽ അൻസാർ കാന യശ്ഉലുഹുൽ അമലു ഫി അംവാലിഹിം, അതേപോലെ തന്നെ അൻസ്വാരികളായ സ്വഹാബ അവരെന്ത് ചെയ്യും? അവരുടെ പണികളിലായിരുന്നു. വഇന്ന അബാ ഹുറൈറത കാന യൽസമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അബൂ ഹുറൈറ എന്ത് ചെയ്തു? പ്രവാചകന്റെ കൂടെ വിടാതെ പിന്തുടർന്ന് പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ചു. എന്തു മാറ്റിവെച്ചു? ബിശിബഇ ബത്നിഹി, അദ്ദേഹത്തിന്റെ വിശക്കുന്ന വയറിനെ വിശപ്പടക്കാൻ പോലും സമയം കണ്ടെത്താതെ പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ചു. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വിശന്ന് പട്ടിണി കിടന്ന് ബോധരഹിതനായി വീണ് പള്ളിയിൽ ഇങ്ങനെ തളർന്നു വീണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് അതൊക്കെ ഗ്രന്ഥരൂപത്തിലും അതൊക്കെ കിതാബ് രൂപത്തിലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതൊന്ന് വായിക്കണത് കേൾക്കാനോ ക്ലാസ്സിലിരിക്കാനോ നമുക്ക് സമയമില്ല. നിങ്ങൾ ആലോചിച്ചു, എത്ര നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എത്ര വലിയ നന്ദികേടാണ്, എത്ര വലിയ ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ത്യാഗം ചെയ്ത്, ഇത്രയും പണിയെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അവരൊക്കെ ഇങ്ങനെ ത്യാഗം ചെയ്ത് നമുക്ക് എത്തിച്ചു തന്നു. വയഹ്ദുറു മാ ലാ യഹ്ദുറൂൻ, ഞാൻ സാക്ഷിയായി അവർ സാക്ഷിയാക്കാത്തിടത്ത്. വയഹ്ഫദു മാ ലാ യഹ്ഫദൂൻ, ഞാൻ ഹൃദ്യസ്ഥമാക്കി അവർ ഹൃദ്യസ്ഥമാക്കാത്ത സമയത്ത്, അവർ പഠിക്കാത്ത സമയത്ത് ഞാൻ പഠിച്ചു, അവർ ഇരിക്കാത്തിടത്ത് ഞാൻ ഇരുന്നു. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഹിജ്റ 7-ാം വർഷമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടി എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഖൈബർ യുദ്ധവേളയിലായിരുന്നു. അദ്ദേഹം ഖൈബറിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും മുസ്ലിം ആവുകയും, അല്ലെ, പ്രവാചകന്റെ അടുക്കൽ ബൈഅത്ത് ചെയ്യുകയും ഒക്കെ ചെയ്തു.
അല്ലെ? ആരിൽ നിന്നാണ് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നത്? തുഫൈൽ ഇബ്നു അംർ ദൗസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന നാൾ വഴികളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലെ വല്ലാത്ത വിഷമം എന്തായിരുന്നു അറിയോ? എന്തായിരുന്നു വിഷമം? അദ്ദേഹത്തിന് ഉമ്മാനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഉമ്മ ഹിദായത്തിലായിരുന്നില്ല. ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാത്തത് മനസ്സിലെ വലിയൊരു നോവായിരുന്നു. ഉമ്മയോട് മദീനയിലേക്കുള്ള യാത്രയുടെ വഴിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഉമ്മ നമ്മൾ മദീനയിലേക്ക് പോവുകയാണ്. എന്തിനാ പോകണമെന്നറിയോ? അവിടെ ഒരു പ്രവാചകനുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. ആ മതത്തെ പുൽകാനും സ്വീകരിക്കാനും ഉമ്മ നമ്മൾ മദീനയിലേക്ക് പോകുകയാണ് എന്ന് പറയുമ്പോൾ ആ ഉമ്മ അള്ളാഹുവിൻ്റെ റസൂലിനെ പഴിക്കുന്നുണ്ട്. പ്രവാചകനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നുണ്ട്, പ്രവാചകനെ കുറിച്ച് ശാപവാക്കുകൾ പറയുന്നുണ്ട്. എൻ്റെ മോനെ ദീനിൽ നിന്ന് തെറ്റിച്ചവൻ എന്നൊക്കെ ആര് പറയുന്നുണ്ട്? ഈ ഉമ്മ പറയുന്നുണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. ഇത് കേൾക്കുമ്പോൾ തൻ്റെ സ്വന്തം ഉമ്മയാണ്, അതിനപ്പുറം ഉമ്മയുടെ ഹിദായത്തില്ലാത്ത അവസ്ഥയെ കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, ഖാല കുൻതു അദ്ഉ ഉമ്മി ഇലൽ ഇസ്ലാം വഹിയ മുശ്രിക. ഞാൻ എൻ്റെ നിസ്കാരത്തിലും ഞാൻ എൻ്റെ എല്ലാ സമയത്തും എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ വിളിക്കും. എന്തിലേക്ക്? ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കും ഉമ്മാനോട്. ഉമ്മ മുശ്രിക്കത്താണ്. അങ്ങനെ ഫദഅഉതുഹാ യൗമൻ ഫഅസ്മഅതനി ഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഉമ്മാനെ ഇസ്ലാമിലേക്ക് വിളിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ചീത്ത പറയുന്നതും മോശം പറയുന്നതും ഞാൻ കേട്ടു. ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഅന അബ്കി. ഞാൻ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അദ്ഉ ഉമ്മി ഇലൽ ഇസ്ലാം. ഞാൻ എൻ്റെ ഉമ്മാനെ ഇസ്ലാമിലേക്ക് വിളിച്ചു. ഫതഅബാ അലയ്യ. എന്നാൽ എൻ്റെ ഉമ്മ എൻ്റെ മേൽ വിസമ്മതിച്ചു, ഇസ്ലാമിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് പ്രവാചകരെ ഫദഅഉതുഹൽ യൗമ ഫഅസ്മഅതനി ഫീക മാ അക്റ. ഇന്നും ഞാൻ വിളിച്ചു, ഇന്നും പ്രവാചകരെ താങ്കളെ ചീത്ത വിളിക്കുന്നതായിട്ടാണ് എൻ്റെ ഉമ്മയെ ഞാൻ കണ്ടത്. ഫദഉല്ലാഹ അയ്യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ. അതുകൊണ്ട് പ്രവാചകരെ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ അങ്ങൊന്ന് പ്രാർത്ഥിക്കണേ. ഉമ്മാനോടുള്ള സ്നേഹം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രവാചകന്റെ അടുക്കൽ പ്രാർത്ഥിക്കണമെന്ന വസിയ്യത്ത് അല്ലെ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന എന്താണ്? മുഅ്ജിസത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന എന്താണ്? മുഅ്ജിസത്താണ്. അതിന് ഉത്തരം കിട്ടും. ഇജാബത്തുള്ള ദുആയാണെന്ത്? പ്രവാചകന്റെ. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കുമ്പോൾ സ്വഹാബത്ത് കൊതിക്കുമായിരുന്നു, ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിലെന്ന്. കാരണം എന്താ? അള്ളാഹിന്റെ റസൂല് കൈകെട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കും. നമ്മൾ ആലോചിച്ചൊക്കെ, സ്വഹാബത്ത് കൊതിച്ചു, ഞാനായിരുന്നു ആ മയ്യത്തെങ്കിലെന്ന് ആഗ്രഹിച്ചു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മി അബീ ഹുറൈറ. അള്ളാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ. ഫഖറജതു മുസ്തബ്ശിറൻ, സന്തോഷത്തോടു കൂടി അദ്ദേഹം പുറപ്പെട്ടു. ബിദഅവത്തി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ, പ്രവാചകന്റെ പ്രാർത്ഥന കേട്ട് സന്തോഷത്തിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഫലമ്മ ജിഅതു ഫസിർതു ഇലൽ ബാബ്, എന്നിട്ട് വീടിന്റെ മുമ്പിൽ കുറച്ചു നേരം ഇങ്ങനെ നിന്നു. എന്നിട്ട് വീട്ടിലെ ഉമ്മാനെ വിളിച്ചു. ഉമ്മ വാതിൽ തുറക്കാൻ കുറച്ച് വിസമ്മതിച്ചു. കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ ഉമ്മ കുളിക്കുന്ന, ആ ഉമ്മയുടെ കുളിക്കുന്ന സമയത്ത് വെള്ളം വീഴുന്ന ശബ്ദമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. ഫഅതസലത് വലബിസത് ദിർഅഹ വഅജ്ലത് അൻ ഹിമാരിഹ. അതെ, കുളിച്ച് പെട്ടെന്ന് ധൃതി പിടിച്ചുകൊണ്ട് തന്റെ തട്ടം ഇട്ടുകൊണ്ട് ഫഫതഹത്തിൽ ബാബ, ആ വാതിൽ തുറന്നു. സുമ്മ ഖാലത് യാ അബാ ഹുറൈറ, എന്നിട്ട് ആ ഉമ്മ പറയുന്ന വർത്തമാനം എന്തെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലേ, ഏതൊരു ഉമ്മ ഹിദായത്ത് ലഭിക്കണമെന്ന് കൊതിച്ചുവോ, ആ ഹിദായത്തിന്റെ പ്രഖ്യാപനം ധീരമായി സ്വന്തം മകന്റെ മുമ്പിൽ ഉമ്മ ഉച്ചരിക്കുമ്പോൾ ഏതൊരു ഉമ്മയെ സ്നേഹിക്കുന്ന മകന്റെയും കണ്ണുകൾ നിറയും, അല്ലേ, മനസ്സുകൾ നിറയും. ആ ഉമ്മയുടെ ഹിദായത്തിന്റെ ഷഹാദത്ത് കലിമയുടെ ഉച്ചാരണം അല്ലേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫറജഅതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതുഹു വഅന അബ്കി മിനൽ ഫറഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മടങ്ങി ചെന്ന് കരയണ അബൂ ഹുറൈറ.
എന്തിനാ കരഞ്ഞേ? ഫറഹ് കൊണ്ട്, സന്തോഷം കൊണ്ട്, അല്ലേ? സന്തോഷം കൊണ്ട്. കാരണം എന്താ? ഉമ്മാക്ക് ഹിദായത്ത് കിട്ടി, ഉമ്മാക്ക് ഹിദായത്ത് കിട്ടി. ഹിദായത്തില്ലാതെ എൻ്റെ ഉമ്മ മരിച്ചാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മനസ്സിലാകാതെ മരിച്ച ഉമ്മ സ്വർഗത്തിൽ പോകില്ല. അതുകൊണ്ടല്ലേ ഒരു സ്വഹാബി വന്നുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചില്ലേ, പ്രവാചകരെ, എൻ്റെ ഉമ്മയും ഉപ്പയും എവിടെയാണ്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നരകത്തിലാണ്. ആ സ്വഹാബിക്ക് വിഷമായി. സ്വഹാബിയോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വിഷമിക്കണ്ട, എൻ്റെ ഉമ്മയും വാപ്പയും നരകത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ വിഷമത്തിൽ നിന്ന്, അല്ലെ, ആ ഒരു സഹനത്തിൽ നിന്ന് വിഷമം മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താണ്? ഇസ്ലാം എന്ന് പറയുന്ന ഈ ഹിദായത്തിൻ്റെ വെളിച്ചം അത് ചെറുതല്ല, അത് ചെറുതല്ല. നാം കുതിക്കുന്ന സ്വർഗം നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകണമെങ്കിൽ ഈ ഷഹാദത്ത് നിലനിർത്തി ജീവിച്ച് മരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ സ്വർഗം ലഭിക്കുകയോ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ടല്ലേ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമുക്ക് ദിക്റൊക്കെ ചൊല്ലുമ്പോൾ പലപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ദിക്ർ ചെല്ലുന്ന ആൾക്കാരൊക്കെ കാണും. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയരുത്. നേരെ ഇരിക്കുന്നിടത്ത് വേറെ ഇങ്ങോട്ടും തല തിരിക്കാതെ എന്ത് ചെയ്യണം? നമുക്കൊരു ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം, അല്ലേ? ബസ്സിലൊക്കെ ചില ആൾക്കാർ മറ്റേ തസ്ബീഹിൻ്റെ മോതിരമൊക്കെ ഇട്ട് പോകണം കണ്ടിട്ടില്ലേ, ഇല്ലേ? ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. പുറത്തെ കാഴ്ച കാണുമ്പോഴും ഞെക്കൽ വിടുന്നില്ല. 1000 ആയിട്ടുണ്ട്, 2000 ആയിട്ടുണ്ട്, ഒക്കെ ആയിട്ടുണ്ട്, അല്ലേ? എന്താണ്? മനസ്സറിയാത്ത ദിക്റുകളും ദുആകളും അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട. നമുക്ക് എണ്ണം പിടിക്കാം, അത്ര ഉണ്ടാവും, എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ എന്ത് ചെയ്യില്ല, അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയരുത്. ആരെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ, ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മൾ ചെല്ലാൻ വിചാരിച്ച ദിക്റുകൾ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ കൃത്യമായ രൂപത്തിൽ എന്ത് ചെയ്യാം? വലത്തെ കൈയെടുത്ത് ആ ദിക്റുകൾ ഇങ്ങനെ എണ്ണി അത് കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കുക. അതേപോലെ തന്നെ നിസ്കാരത്തിൽ തന്നെ അദ്കാറുകളൊക്കെ എന്ത് ചെയ്യണം? വ്യത്യസ്തങ്ങളായ അദ്കാറുകൾ കാണാതെ പഠിച്ച് എന്ത് ചെയ്യണം? അതിങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ചൊല്ലണം. നിസ്കാരത്തിലെ സുജൂദിൽ തന്നെ എത്രയെത്ര ദുആകളുണ്ട്, റുക്കൂയിൽ എത്രയെത്ര ദുആകളുണ്ട്. നമുക്ക് സുബ്ഹാന റബ്ബിൽ അസീം, സുബ്ഹാന റബ്ബിൽ അഅല മാത്രം നമ്മൾ ചൊല്ലണുള്ളൂ. സുബ്ഹൂൻ ഖുദ്ദൂസുൻ, അല്ലേ, റബ്ബുൽ മലായികത്തി വർ-റൂഹ് എന്നൊക്കെ പറഞ്ഞ ദിക്റുകളുണ്ടല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ മാറ്റി മാറ്റി ചൊല്ലുമ്പോൾ നിസ്കാരത്തിലൊരു ശ്രദ്ധ കിട്ടും. പ്രാരംഭ പ്രാർത്ഥന, അല്ലേ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അല്ലേ, തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലേ, അങ്ങനെ തുടങ്ങി. വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫത്തറ അസ്സമാവാതി വൽ അർദ് ഹനീഫ മുസ്ലിമ മാ കാന മിനൽ മുശ്രികീൻ, ഇങ്ങനെ തുടങ്ങി, അല്ലേ. തഹജ്ജുദിനോ, തഹജ്ജുദിന് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. നമ്മൾ വജ്ജഹത്തുമ്പോൾ എപ്പോഴും നിൽക്കരുത് തഹജ്ജുദിന്. എന്നാലോ തഹജ്ജുദ് അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമികാഈല വഇസ്റാഫീല ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫിമാ കുന്തു ഫീഹി തഖ്തലിഫു. കഴിഞ്ഞ കൊല്ലമല്ല, അതിൻ്റെ മുമ്പിലത്തെ കൊല്ലമല്ല, അതിൻ്റെ മുമ്പിലത്തെ കൊല്ലത്തെ QHLSൻ്റെ ഗൈഡിൻ്റെ പുറകിലുണ്ട് ഈ പ്രാർത്ഥനയൊക്കെ, ഇല്ലേ. അന്ന് ഞാൻ QHLS പഠിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. അന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല, നമ്മൾ പഠിക്കണുണ്ടോയെന്ന്, എത്രത്തോളം നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. നോക്കേ, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന ആവേശം എന്താണ്? പഠിക്കാനുള്ള ആവേശം. മറ്റൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം? പഠനത്തിലൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടായി. എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ ശ്രമിച്ച് നടക്കും. എല്ലാം കഴിഞ്ഞിട്ട് തിരമാലൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? കടലിൽ മുക്കുവും വിചാരിക്കുക, വഞ്ചി ഇറക്കാം എന്ന് വിചാരിച്ചാൽ അയാൾക്കത് വഞ്ചി ഇറക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ തിരക്കും, എല്ലാ പ്രശ്നവും, എല്ലാ പ്രയാസവും ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ആലോചിക്കാം, പഠിക്കാൻ ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കും? ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, എന്താണ്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു, അങ്ങനെ എൻ്റെ ഉമ്മാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തു. അത് വലിയൊരു ഭാഗ്യമായി, സന്തോഷമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അള്ളാഹു അവരെ മുഅ്മിനീങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാക്കി, അല്ലേ. എല്ലാ മുഅ്മിനീങ്ങളും അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കാത്തവർ ഈമാനിൽ കുറവുള്ളവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തും മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ബിസിനസ്സിൻ്റെ സാഹചര്യങ്ങൾ കുറവാണ്. അവിടെ കച്ചവടമല്ല, മറിച്ച് എന്താണ്? കൃഷിക്കാണ് അവിടുത്തെ മണ്ണും അവിടുത്തെ ചുറ്റുപാടും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ മക്കയിൽ നിന്ന് പോയ സഹാബത്ത് എന്ത് ചെയ്തിട്ടാണ് പോയിക്കണേ? അവർ ബിസിനസ്സുകാരായിരുന്നു.
പക്ഷെ മദീനയിലെ മണ്ണ് അവർക്ക് എന്ത് പറ്റിയില്ല, അവർക്ക് ബിസിനസ് ചെയ്യാനുള്ളൊരു സൗകര്യങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മദീന പള്ളിയുടെ ഒരു സൈഡിൽ എന്തുണ്ടായിരുന്നു, ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. മദീന പള്ളിയുടെ ഒരു സൈഡിൽ ഒരു ഷെഡ്, ഒരു ഇങ്ങനെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി. അഹ്ലു സുഫ എന്നാണ് അവിടെ താമസിച്ചിരുന്ന ആളുകൾ അറിയപ്പെടാം. എല്ലാവരും കൂടി ഏകദേശം ഒരു 300 പേര് അവിടെ എന്തിരുന്നു, അവിടെ താമസിച്ചിരുന്നു. 300 പേര് അഹ്ലു സുഫ. അവിടെ കിടക്കുക, അവിടെ ഇരിക്കുക, സമയം അവിടെ ചെലവഴിക്കുക. ഈത്തപ്പഴയുടെ കൊലയൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ പാടി വെട്ടിക്കൊണ്ടിരും. എന്നിട്ടോ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലൊക്കെ എന്ത് ചെയ്യും, അതിങ്ങനെ കെട്ടിത്തൂക്കിയിടും. അവരെന്താ ചെയ്യാന്ന് അറിയോ, നമ്മളെന്താ ചെയ്യുക, നമ്മളൊരു കിലോ ഈത്തപ്പഴം അടിക്കുക. അവരെന്താ ചെയ്യുക, അവരിങ്ങനെ ഒരു വടിയെടുത്തിട്ട് ആ കൊലയും ഇങ്ങനെ അടിക്കും. അടിച്ചിട്ടോ അതിൽ നിന്ന് വീഴുമല്ലോ, അപ്പോൾ പഴുത്തതും പാകമായതും വീഴും. ആ വീണത് എടുത്തിട്ട് അത് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, അതിങ്ങനെ കീറും. കീറണം എന്തിനാ, കുറേ ആൾക്കാരുണ്ട്, ഒറ്റക്കൊരു ഈത്തപ്പഴം തിന്നാൻ പറ്റൂല, കുറേ ആളുകളുണ്ട്. ആ ഈത്തപ്പഴത്തിന്റെ ഓരോ കീറ് ഓരോരുത്തർക്കും കൊടുക്കും. എന്നിട്ടോ ഓരോ കീറെടുത്തിട്ട് ഇങ്ങനെ കടിച്ച് തിന്നല്ല, അതിങ്ങനെ ഈമ്പിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ഈമ്പിക്കൊണ്ടിരിക്കും. ആ ഈമ്പുമ്പോൾ ഒരു മധുരം കിട്ടും, അതിങ്ങനെ ഇറക്കും. വലിയ സമാധാന. ഒരു മധുരം ഇങ്ങനെ കിട്ടുമ്പോൾ ഇറക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലേ. അതിങ്ങനെ കുറേ നേരം ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷ്ണം. അതുകൊണ്ട് അള്ളാന്റെ റസൂല് അവരോടാ പറഞ്ഞേ, എന്ത്, ഇത്തക്കുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ. എന്തുകൊണ്ട്, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും. ഒരു കാരക്ക മുഴുവനായിട്ടില്ല, തിന്നാൻ പോലുമില്ല. ആ സ്വഹാബികളോട് അള്ളാന്റെ റസൂല് പറയാ, ആ കാരക്ക കൊടുത്തിട്ടെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം കേട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ മദീന പള്ളിയുടെ ആ ചാരത്ത് അഹ്ലു സുഫയിൽപ്പെട്ട സ്വഹാബിയാണ് ആര്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് എന്തൊക്കെ പറയാം സഹോദരങ്ങളെ. ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ക്ലാസ്സിൽ വരാൻ പറയണേ, അല്ല ജോലി ഉണ്ടായിട്ട് എത്ര ദിവസമായി, എന്നിട്ട് കാറ്റും മഴയില്ലേ, ഇപ്പം എങ്ങനെ പുറത്തിറങ്ങാം, മഴയൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് റെഡിയാക്കാൻ നമുക്ക് അല്ലേ. എല്ലാം അങ്ങനെ ന്യായവും ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയുന്നത് പ്രശ്നമാണ്, എപ്പോഴും ഒരു പ്രയാസമാണ്. എന്നൊരു സുഹൃത്ത് ക്ലാസ്സിൽ വരാൻ പറ്റാത്തത്, ഒന്ന് ആശുപത്രി കേസുണ്ടെന്ന് അറിയിച്ചു നമ്മളെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതൊരു വലിയൊരു നന്മയാണ്. എന്താണ്, ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തില്ല, ചെറിയ ആശുപത്രി കേസുള്ളതുകൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഷമത്തോടു കൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകണം. അതൊരു നന്മയാണ്. അദ്ദേഹത്തിന് 2 കൂലിയാണ്. ഒന്ന് ഇവിടെ ഇരുന്ന കൂലി കിട്ടി പൂർണ്ണമായി. രണ്ടാമത്തതോ അദ്ദേഹത്തിൻ്റെ ഹാജത്ത്, അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ പറ്റും അല്ലേ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. നമുക്ക് കിട്ടുന്ന ഗുണം എന്താ, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലക ബിമിസ്ലി, അള്ളാഹ് അവനും കൊടുക്കണേ, അതുപോലെ നമുക്കും എന്ത് ചെയ്യും, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ട്, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനും ഇടയിൽ പലപ്പോഴായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴുമായിരുന്നു. വിശന്നിട്ടാണ്, വിശപ്പ് ഇങ്ങനെ, അത്രയൊന്നും വിശപ്പ് നമുക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് വീഴാത്തത്. നമ്മളൊന്നും അത്ര വിശപ്പ് സഹിച്ചിട്ടില്ല. നോമ്പ് പിടിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട്, എന്ത്, വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള സാമാനം ഓർത്തിട്ട് അല്ലേ, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നോമ്പ് പിടിക്കണേ. രാവിലെ നോമ്പ് പിടിച്ചിട്ട് വൈകുന്നേരം ഒന്നും ഇല്ലാന്നാണെങ്കിലോ, പള്ളിയിലൊരു സമൂസ കുറഞ്ഞതിൻ്റെ പേരിൽ തർക്കമായിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പേ എപ്പോഴും ഉണ്ടാകുന്നൊരു സമൂസ ഒഴിവാക്കി, തർക്കാണ് പള്ളിയിൽ. അന്നത്തെ ദിവസത്തെ എല്ലാ തർക്കവും അതായിരുന്നു, സമൂസ ഉണ്ടായില്ല. ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കി വയറ് നിറയാനുള്ള ഫ്രൂട്ട്സ് അവിടെ ഉണ്ട്, ഒരു സമൂസ ഉണ്ടായില്ല, അതായിരുന്നു തർക്കം. നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. എന്നാൽ സൊമാലിയിലൊക്കെ അവിടുത്തെ ആളുകൾ ചോദിക്കുക, എന്ത്, 2 ദിവസം നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും ഒന്നുമില്ലാതെ നോമ്പ് പിടിക്കണമെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇസ്ലാമിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉത്തരം പറയുന്ന ഷേഖ് എന്ത് ചെയ്യുന്നു, കരയുന്നുണ്ട്. അദ്ദേഹം കരയാണ്. അദ്ദേഹത്തിന് അറിയാം ഈ ചോദ്യം ഒരു യാന്ത്രികമായി ചോദിക്കണില്ല, ഉണ്ടാക്കി ചോദിക്കണില്ല. അനുഭവിക്കുന്ന അനുഭവത്തെയും ചെയ്യുന്ന പണിയെയും എന്തെങ്കിലും തെറ്റായി പോകുമോ എന്ന് പേടിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. മണ്ണിങ്ങനെ പരത്തിയിട്ട് ഉണക്കി അതിങ്ങനെ ഒടിച്ച് ബിസ്ക്കറ്റ് പോലെ തിന്നുന്ന നാടുകളുണ്ട്, ആഫ്രിക്കൻ നാടുകളുണ്ട് ഇല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ വീഡിയോ കാണുകയാണ്, ഓരോരുത്തർ പോയി അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. വിശന്ന് ബോധരഹിതനായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്യാറുണ്ട്. അന്ന അബൂ ഹുറൈറ കാന യഖൂൽ, അബൂ ഹുറൈറ പറയാം, അല്ലാഹില്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇൻ കുൻതു ലഅഅ്തമിദു ബികബദി അലൽ അർളി മിനൽ ജൂഅ്. ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ വിശന്ന്
ഞാൻ ഭൂമിയിൽ ഇങ്ങനെ വീഴാറുണ്ട്. അങ്ങനെ എനിക്ക് നല്ല വിശപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഒരു കല്ലങ്ങോട്ട് കെട്ടി വെക്കും. എവിടെ? വയറ്റിലങ്ങോട്ട് കെട്ടി വെക്കും. പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും, വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ മുണ്ടങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി, കുറേ വിശപ്പ് മാറും. നമ്മളൊന്ന് ചെയ്തു നോക്കും. നല്ല വിശപ്പ് വരുമ്പോൾ എന്ത് ചെയ്യാം, മുണ്ടങ്ങോട്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, ആ വയറിങ്ങനെ എക്കി പിടിച്ചാലും മതി. വയർ എക്കി പിടിച്ചാലും എന്ത് ചെയ്യും, വിശപ്പൊക്കെ മാറും. പണ്ടത്തെ ആൾക്കാർ പറയും, ഞങ്ങൾ വയർ എക്കി പിടിച്ച് മുറുമുണ്ട് മുറുക്കി ഉടുത്ത് ജീവിച്ച കാലുണ്ടായിരുന്നു. അവരൊക്കെ പറയും. നമുക്കിത് അന്ന് പിള്ളേരത്ത് പറഞ്ഞ പിള്ളേർക്ക് അത് ആലോചിക്കാൻ പോലും അനുഭവമില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. കുട്ടികൾക്ക് എന്ത് വിശപ്പോ അല്ലെ, നമ്മൾ വായിലൂടെയും അല്ലെ മൂക്കിലൂടെയും ഒക്കെ കൊടുക്കാൻ കുട്ടികൾക്ക്. അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കൊടുക്കണില്ല, സ്നേഹം കൂടിയിട്ട്. ഇതില്ലാത്ത അസുഖമൊക്കെ കുട്ടികൾക്ക് ഉണ്ട് ഇപ്പോൾ. സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ഇങ്ങനെ കല്ല് കെട്ടി വെക്കും. വലഖദ് ഖഅത്തു യൗമൻ അലാ തുരീഖിഹിം അല്ലദീ യഖ്റുജൂന മിൻഹു. ഞാനിങ്ങനെ എന്നിട്ട് സ്വഹാബികൾ ഇങ്ങനെ നടന്നു പോകണ വഴിയിൽ, പ്രമുഖന്മാര് നടന്നു പോകണ വഴിയിൽ ഇങ്ങനെ ഞാൻ നിൽക്കും. എന്തിനാ? ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ തന്നാലോ. ആരെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും തന്നാലോ. അങ്ങനെ ഫമറ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നടന്നുപോയി. എന്നിട്ടോ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതാരാ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണ്? അദ്ദേഹത്തിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാഹ്, ഒരു ഖുർആനിൽ നിന്നൊരു സംശയം കൂടി ചോദിച്ചു. എന്തിനാ? അദ്ദേഹം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയണം, അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിക്കണം. അപ്പൊ എന്തെങ്കിലും ചോദിക്കുമല്ലോ, വിശക്കുണ്ടോ, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ വിശക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തന്നാൽ അത് കഴിക്കാലോ, അതിനു വേണ്ടിയാ ചോദിച്ചത്. അദ്ദേഹം ആ സംശയത്തിന് മറുപടി നൽകി. അദ്ദേഹം ഫലം യഫ്അൽ, അദ്ദേഹം പോയി. അദ്ദേഹം എന്തും ചെയ്തില്ല. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് വിശന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണെന്ന് മനസ്സിലായില്ല. പിന്നെയോ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ എൻ്റെ അടുക്കലൂടെ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഫസഅൽതുഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാ, അപ്പോൾ അദ്ദേഹത്തെയും ശ്രദ്ധ പിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഒരു സംശയം ചോദിച്ചു ഖുർആനിൽ നിന്ന്. മാ സഅൽതുഹു ഇല്ലാ ലിയുശ്ബഅനി, എൻ്റെ വിശപ്പല്ലാതെ ഈ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ വേറൊരു കാരണവുമില്ല. ഫമറ ഫലം യഫ്അൽ, അദ്ദേഹവും ഉത്തരം നൽകി എന്ത് ചെയ്തു? എന്നിൽ നിന്ന് കടന്നുപോയി. പിന്നീട് വരുന്നത് സുമ്മമർറബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരാണ് എന്ത്? അബുൽ ഖാസിം. എന്തുകൊണ്ടാണ് പേര് കിട്ടാൻ കാരണം? ഖാസിമിൻ്റെ ഉപ്പയായതുകൊണ്ട്. ഖാസിം ആരാ? മകനാണ്. ഏത് മകനാ? മൂത്ത മകനാണ് അല്ലേ, മൂത്ത മകനാണ്. അപ്പൊ ഈ മൂത്ത മക്കളിലേക്ക് ചേർത്ത് വാപ്പാൻ എന്ത് ചെയ്യും? പറയും അബുൽ ഖാസിം അല്ലെ, അബുൽ ഖാസിം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫതബസ്സമ ഹീന റആനി വഅറഫ, അള്ളാഹിന്റെ റസൂലിന്റെ കാര്യം പിടികിട്ടി. അള്ളാഹുവിന്റെ റസൂല് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് പുഞ്ചിരിച്ചു. മനസ്സിലായി പ്രവാചകന്. മാ ഫീ നഫ്സി വമാ ഫീ വജ്ഹി സുമ്മ ഖാല അബാ ഹിർ, അബൂ ഹിർ, പൂച്ചയുടെ പിതാവേ, ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ പ്രവാചകന് ഉത്തരം കൊടുത്തു. ഖാല അൽ ഹഖ് വമല്ലാ ഫതബിഅതുഹു, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. എന്ത് ചോദിച്ചു? അല്ലേ, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ചെന്നു, പ്രവാചകനെ പിന്തുടർന്നു. ഫദഖല, പ്രവാചകന്റെ വീട്ടിൽ പ്രവേശിച്ചു. പ്രവാചകന്റെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവാദം ഞാൻ ചോദിച്ചു. പ്രവാചകൻ അനുവാദം നൽകി. ഫദഖല വവജദ ലബനൻ ഫീ ഖദഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ വീട്ടിൽ ഒരു പാത്രത്തിൽ പാലിരിക്കുന്നത് ഞാൻ കണ്ടു. അള്ളാന്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരോട് ചോദിച്ചു, മിൻ ഐന ഹാദൽ ലബൻ, ഈ പാൽ എവിടെ നിന്നാ? അള്ളാന്റെ റസൂൽ ചെല്ലുമ്പോൾ അവിടെ പാലുണ്ടെന്നുള്ള അറിവ് ആർക്കില്ല? അള്ളാന്റെ റസൂലിന് ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറുമ്പോൾ അവിടെ എന്ത് കാണണേ? പാല് കാണുന്നേ. ഖാലു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. ആര്? ഭാര്യമാർ പറഞ്ഞു. എന്ത് പറഞ്ഞു? അഹ്ദാ ഉലക ഫുലാൻ ഔ ഫുലാന, അള്ളാന്റെ റസൂൽ അങ്ങക്ക് ഹദിയായി കൊണ്ടുവന്ന പാലാണ്, സമ്മാനമായി നൽകിയ പാലാണ്. ഖാല അബാ ഹിർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു. എന്തു പറഞ്ഞു? താങ്കൾ അഹ്ലു സുഫയിലുള്ള ആളുകളെ വിളിക്കുക. അല്ലെ, അബൂ ഹുറൈറക്ക് പേടിയായി. കാരണം എന്താ, അവരെ കൂടിയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടുമോ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, അങ്ങനെ പോയി വിളിച്ചു. അങ്ങനെ എല്ലാവരും വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു പ്രവാചകൻ കൽപ്പിച്ചു, എന്ത്? ഇതൊക്കെ എല്ലാവർക്കും വിളമ്പ്, എല്ലാവർക്കും കൊടുക്ക്. വിശന്ന വയറൊട്ടിയ നിലയിൽ എല്ലാവരും മുമ്പിലേക്ക് പാലിങ്ങനെ നീട്ടിയാര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ അവസാനം ആ പാത്രം ബാക്കിയായി.
അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു. എന്ത്? അബൂ ഹുറൈറ, താങ്കൾ അതിൽ നിന്ന് കുടിക്ക്. അബൂ ഹുറൈറ അള്ളാഹിന് കുടിച്ചു. അദ്ദേഹം പറയാ, എൻ്റെ കയ്യിൽ പാത്രം കിട്ടിയപ്പോൾ ആദ്യം എത്രയുണ്ടായിരുന്നോ അത്രയും തന്നെ പാല് അതിൽ ഞാൻ ബാക്കി കണ്ടു. ഈ വരുന്ന സ്വഹാബത്തൊക്കെ കുടിച്ചിട്ടും, അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ പെട്ട കാര്യമായിരുന്നു അത് നിറകുടമായി. അബൂ ഹുറൈറ റളിയല്ലാഹു വീണ്ടും പറഞ്ഞു, പ്രവാചകൻ അതെടുക്ക്, കുടിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, പ്രവാചകൻ ഇനി ബാക്കിയില്ല, സ്ഥലമൊന്നും ബാക്കിയില്ല, എല്ലാം നിറഞ്ഞിട്ടുണ്ട്, അഥവാ പരമാവധി ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ കുടിക്കാൻ ബാക്കിയൊന്നുമില്ല, ഞാൻ നിറച്ചു കുടിച്ചു അള്ളാഹിൻ്റെ റസൂലെ എന്ന് പറഞ്ഞ് ആ പാല് കുടിക്കുന്ന രംഗത്തെ, അല്ലെ, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ നിഴൽ പോലെ സഞ്ചരിച്ച മഹാനായ സ്വഹാബിയാണ് പ്രവാചകന്റെ പ്രഥമ ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പ്രവാചകനോട് പരാതി പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ, ഞാനിങ്ങനെ കുറേ അറിവുകളൊക്കെ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷേ അതൊക്കെ മറന്നു പോകുന്നുണ്ട് റസൂലെ, അതൊക്കെ മറന്നു പോകുന്നുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറ, ധാരാളം ഹദീസുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങയിൽ നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അൻസാഹു, പക്ഷെ ഞാൻ മറക്കുന്നുണ്ട് പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളുടെ വിരിപ്പ് അതെന്ത് ചെയ്യുക, ഒന്ന് വിരിക്കുക. റിദാ, താങ്കളുടെ ആ ഒരു തട്ടം അതെന്ത് ചെയ്യുക, അതൊന്ന് വിരിച്ചിടുക. എന്നിട്ടോ ഫബസത്തുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കോരിങ്ങനെ ഇട്ടു, വെറുതെ കൈകൊണ്ട് എന്ത് ചെയ്തു, ഒന്ന് കോരിയിട്ടു. എന്നിട്ട് പറഞ്ഞു, എന്ത്? ആ വിരിപ്പിനെ താങ്കൾ മടക്കിയെടുക്കുക. അദ്ദേഹം ആ വിരിപ്പ് ഇങ്ങനെ ലമ്മുഹു, ഇങ്ങനെ ചേർത്തെടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാം, ഫമാ നസീതു ശൈഅൻ ബഅദ, അതിനുശേഷം ഞാനൊന്നും മറന്നിട്ടില്ല, നിങ്ങൾ ആലോചിച്ചൊക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലേ, എന്തൊക്കെ നടപടികൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഈ ദീനിനെ പൊളിക്കാൻ വന്നാൽ പൊളിയൂല ഈ ദീൻ. കാരണം എന്താ? മറവിയില്ലാത്ത രൂപത്തിലേക്ക്, മറക്കാതെ, ഒരു ലഫ്ള് പോലും മറക്കാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു എന്ന് പോലും അവിടത്തെ പുഞ്ചിരി വരെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുണ്ട്. അള്ളാഹിന്റെ റസൂൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അതുവരെ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ആ ഇരുത്തവും ആ രൂപവും ആ രീതിയും പോലും മറക്കാതെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളെ നമ്മൾ കാണുന്നുണ്ട്. അത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇൽമിനോടുള്ള ഹിർസ് എത്രയാണ്, താല്പര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല ഖീല യാ റസൂലല്ലാഹ്, അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ്? മാ അസ്അദു അന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങയുടെ ശുപാർശ ലഭിക്കുന്ന ഭാഗ്യവാന്മാർ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആര് ചോദിക്കാം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കാം. ഈ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു പ്രവാചകൻ പറഞ്ഞ വാചകമല്ല, ഖദ് ളനൻതു യാ അബാ ഹുറൈറ അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വലു മിൻക, താങ്കളെക്കാൾ മുമ്പ് ഒരാളും തന്നെ ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്താണ്? താങ്കളായിരിക്കും ആദ്യം ഈ ചോദ്യം എന്നോട് ചോദിക്കുക എന്ന് എനിക്ക് വിചാരം ഉണ്ടായിരുന്നു. കാരണം താങ്കളുടെ ഇൽമിനോടുള്ള, അറിവിനോടുള്ള ഹിർസ്, താല്പര്യം, ആ താല്പര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്. ലിമ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, താങ്കളുടെ ഹദീസിനോടുള്ള ഹിർസ്, താല്പര്യമാണ് അത് പറയാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്ത് ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, എങ്ങനെ? നിഷ്കളങ്കമായി, ഹൃദയത്തിൽ നിഷ്കളങ്കമായി ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അവനാണ് എൻ്റെ ശുപാർശ നാളെ പരലോകത്ത് ലഭിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്താണത്? നിഷ്കളങ്കമായി, അല്ലെ, നിഷ്കളങ്കമായി പറഞ്ഞവൻ, യാതൊരു നിലക്കും മനസ്സിൽ കളങ്കമില്ലാതെ. ഏറ്റവും വലിയ ഖലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എന്താ? അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ നിഷ്കളങ്കത. ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ കള്ളം, അല്ലദീന ലാ യശ്ഹദൂന സൂറ, അല്ലേ, വഇദാ മറു ബില്ലഗ്വി മറു കിറാമ, അവര് സൂറിന് സാക്ഷികളാവുകയില്ല. സൂർ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ കദിബ്, കള്ളമാണ്. ഏറ്റവും വലിയ കള്ളം എന്താ? ശിർക്കാണ്. അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന വാദം, അത് ഏറ്റവും വലിയ കളവാണ്, അല്ലെ, ഏറ്റവും വലിയ കളവാണ്.
കാരണം അത് അള്ളാഹുവിന് ഒരു പങ്കുകാരും ഇല്ല, അതാണ് സത്യം. എന്നാൽ ഏറ്റവും വലിയ കളവെന്താണ്? അള്ളാഹുവിന് ആരാധ്യതയിൽ മറ്റു പല കാര്യങ്ങളിലും പങ്കുകാരുണ്ട്, ശരീക്കുണ്ട് എന്ന് വാദിക്കുകയും വാദിക്കാതെ തന്നെ പലപ്പോഴും വാദിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുകയും ചെയ്യുന്ന രീതി, അത് ഏറ്റവും വലിയ കള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹിർസ് എത്ര പ്രാധാന്യമാണ്. ശഫാഅത്ത് കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ എന്ത് ചെയ്യും? അവിടുത്തെ ശുപാർശ ലഭിക്കും എന്ന് പഠിപ്പിക്കുകയാണ്, അല്ലേ? ഇവിടെ എന്താ ശുപാർശ ഇല്ലാത്തവരാണ് എന്നൊക്കെയാണ് പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മളെക്കുറിച്ച് ആളുകൾ പറയുക. ആരോപണങ്ങളാണ്. ശുപാർശ ഇല്ലാത്തവരാണ്. ഇവിടെ ഒരാൾ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ശുപാർശ നൽകണേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അങ്ങനെ ഒരു ശുപാർശ ഇല്ല. പിന്നെയോ അവിടുത്തെ ശുപാർശ കിട്ടാൻ പറഞ്ഞ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ റസൂലിന്റെ ശുപാർശ ലഭിക്കുക. അതിലൊരു മാർഗം ഏതാ? ആരാ പറയാ? അതന്നെ, ബാങ്ക് കേട്ടതിന് ശേഷം ദുആ, അല്ലേ? അള്ളാന്റെ റസൂലിന് വേണ്ടി എന്ത് ചോദിക്കാം? എന്താ ചോദിക്കണ? ദുആ എന്താ? വസീലത്ത് വൽ ഫളീല. എന്താ വസീല ഫളീല എന്ന് പറഞ്ഞാല്? സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം. ചിലർ വിചാരിച്ചിരിക്കണേ ജന്നാത്തുൽ ഫിർദൗസ എന്ന ഉന്നതമായ സ്ഥാനം. വസത്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗമാണ്. ഏത്? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്, അല്ല? ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉന്നതമായ സ്ഥാനം ഏതാ? വസീല വൽ ഫളീല. അത് പ്രവാചകന് കൊടുക്കണേന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല ചെയ്യുന്നുണ്ട്, അല്ലേ? ചെയ്യുന്നുണ്ട്. എപ്പോഴാ? ബാങ്കിന് ശേഷം. അത് അർത്ഥം അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ എന്താ ചോദിക്കണേന്ന് എന്ത് ചെയ്യണില്ല, നമ്മൾ തിരിയണില്ല. അത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണ്? محمد رسول فضيلة بس مقام محمود. ഇൻഷാ അല്ലാഹ് ഇനി അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. ഇത് ഇതുവരെയും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട ഹദീസുകളും അദ്ദേഹത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൊടുത്ത വസിയ്യത്തുകളൊക്കെ ഉണ്ട്. പ്രവാചകൻ എന്നോട് വസിയ്യത്ത് നൽകി എന്ന് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് അടുത്ത ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം ബാങ്കിന് ശേഷമുള്ള ചില സുന്നത്തുകളെ കുറിച്ച് പറയാം. ബാങ്കിന് ശേഷം ഉള്ള സുന്നത്തുകൾ എന്താണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് കൊടുക്കുന്ന ആളുടെ ശ്രേഷ്ഠത എന്താണ്? ഇന്നൽ മുഅദ്ദിൻ ഫളൻ അദീമ വഅജ്റൻ കബീറ. ഒരു മുഅദ്ദിൻ എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കണ ആൾക്ക്. അപ്പോൾ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട പണിയാണ്. അതിനൊരു ഹിർസ് വേണം, താല്പര്യമാണ്. നമുക്കൊക്കെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? കുഴപ്പമൊന്നുമില്ല, അതിൽ കുറച്ച് ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ലെന്നേ. അതിനെന്ത് ചെയ്യണം? നമ്മളും ബാങ്ക് കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കണം, അതിനൊരു താല്പര്യം ഉണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്. നോക്കി, ഫഇന്നഹു ലാ യസ്മഉ സൗത്തുൽ മുഅദ്ദിൻ ജിന്നും വലാ ഇൻസുൻ വലാ ഷൈഉൻ. ജിന്നും മനുഷ്യനും അതൊന്നും എന്ത് ചെയ്യണില്ല, ഈ മുഅദ്ദിൻ്റെ സൗത്ത് കേൾക്കുന്നില്ല. ഇല്ല ഷഹിദ ലഹു യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് സാക്ഷിയായിട്ടല്ലാതെ. അവരൊക്കെ ഇതിന് സാക്ഷ്യം പറയും. എവിടെ? നാളെ പരലോകത്ത്. തല നീണ്ടവനായിട്ടായിരിക്കും നാളെ പരലോകത്ത് കാണാം. അല്ല, ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. എന്തായിരുന്നാലും ഇതിൽ സുന്നത്തുകളുണ്ട്. എന്താണ്? ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട സുന്നത്തുകൾ എന്താണ്? ഒന്നാമത്തെ സുന്നത്തുണ്ട് അസ്സുന്നത്തുൽ ഊല തഖൂല മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. മുഅദ്ദിൻ എന്താണ് പറയുന്നത് പോലെ എന്ത് ചെയ്യണം? നമ്മൾ പറയണം. ഫതതാബിഅഹു ഇല്ലാ ഫി ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലസ് സ്വലാത്തും ഹയ്യ അലൽ ഫലാഹും പറയുന്ന സമയമല്ലാതെ. ആ സമയത്ത് എന്താ പറയണ്ടേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ ഹയ്യ അലസ് സ്വലാ എന്ന് പറഞ്ഞാൽ? നിസ്കാരത്തിന് വല്ലാത്തൊരു പ്രയോഗമാണ് അതല്ലേ?
നിസ്കാരത്തിലേക്ക് വരുവിൻ. എന്നിട്ട് പറയണത് എന്താ? ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരും അല്ലേ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അഫ്ലഹ അല്ലേ. ഷൂരിൽ പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പഠിക്കണ്ട് അല്ലേ. പഠനം എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിരിക്കണം. അപ്പോൾ നമ്മളായിട്ട് തന്നെ പഠിക്കണം, അതെന്ത് ചെയ്യൂല. അപ്പോൾ ഇങ്ങനെ ആയത്തൊരായത്ത് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? തുടരേണ്ടതുണ്ട്. അപ്പോൾ ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ സ്വലാഹ് അല്ലേ, അത് നമ്മൾ പറയുമ്പോൾ മാത്രം എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തെ സുന്നത്ത് എന്താണ്? അൻ തുസല്ലി അലൻ നബിയ്യി അലൈഹി സ്വലാത്തു വസ്സലാം ബഅദൽ ആദാനി മുബാശിറ. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്ത് പറയണം? അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. പലപ്പോഴും ചില ആളുകളെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്? ചെല്ലാതിരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. നമ്മുടെ അടുത്ത സ്വലാത്ത് ഇല്ലാത്തതെന്ന് പറയുന്നത് എല്ലാത്തിലും സ്വലാത്ത് പഠിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ. നിസ്കാരം ശേഷമാണ് അല്ല, ബാങ്കിന് ശേഷമാണ് സ്വലാത്ത്. പക്ഷെ പലരും എന്ത് ചെയ്തു? അത് ബാങ്കിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ നമ്മൾ ബിദ്അത്ത് എന്ന് പറഞ്ഞേ. കാരണം എന്താ? ഇല്ലാത്തത് അത് കൊണ്ടുവരുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഉള്ളത് എവിടെയാണ്? ബാങ്കിന് ശേഷമാണ്. അപ്പോൾ അവിടെ ചൊല്ലാൻ പഠിപ്പിക്കുന്നിടത്ത് അതിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അവിടെ എന്ത്? സുമ്മ സൊല്ലു അലയ്യ, അള്ളാൻ്റെ റസൂൽ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. സുമ്മ സലുല്ലാഹ ലി അൽ വസീല, പിന്നെ എനിക്ക് വേണ്ടി അള്ളാഹിനോട് വസീലത്ത് ചോദിക്കണം. മൂന്നാമത്തെ സുന്നത്ത് എന്താണ്? അൻ തഖൂല ദിക്റുൽ മശ്ഹൂർ അൽ മശ്റൂഉ വഹുവ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ. ഈ ദുആ എന്ത് ചെയ്യണം? ചൊല്ലണം. സ്വലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ദ. ഈ ഒരു ദുആ എന്ത് ചെയ്യണം? ഒരാൾ ദുആ ചെയ്താൽ ഫമൻ സഅല ലി അൽ വസീല, ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല ചോദിച്ചാൽ ഹില്ലത് ലഹു ഷഫാഅത്ത് യൗമുൽ ഖിയാമ, എൻ്റെ ഷഫാഅത്ത് നാളെ പരലോകത്തവന് ലഭിക്കുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ആഗ്രഹത്തോടെ, ഈ കൊതിയോടെ എന്ത് ചെയ്യണം? ഈ ദുആ ചൊല്ലണം. അപ്പോൾ ഇത് മറക്കൂല അല്ലേ. ഇന്നിപ്പോൾ എത്ര ബാങ്ക് കേട്ടപ്പോൾ ഈ ദുആ ചെയ്തിട്ടുണ്ടാവും? പലതും മറന്നിട്ടുണ്ടാവും. ഈ കൊതി ഉണ്ടെങ്കിലോ അള്ളാൻ്റെ റസൂലിൻ്റെ ശുപാർശ എനിക്ക് കിട്ടണം അല്ലേ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അല്ലേ എമ്മല്ല ശുപാർശ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തൊരു ഭയങ്കര സമാധാനമാണ് അല്ലേ. അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കൂലേ? എം എൽ എനെ കാണാൻ വേണ്ടി എന്തൊക്കെ മാർഗമുണ്ടോ ഒക്കെ നമ്മൾ എടുക്കും. എന്നാലോ അള്ളാൻ്റെ റസൂലിൻ്റെ ശുപാർശ ലഭിക്കുന്ന കാര്യത്തിൽ എന്ത് ശ്രദ്ധയാണ് ആ വിഷയത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത്? ശ്രദ്ധിക്കണം അല്ലെ. ബാങ്ക് വെക്കുമ്പോൾ ആരും ഓടും? പിശാച് ഓടും. എങ്ങോട്ട് ഓടും? ബാങ്ക് കേൾക്കാത്തടത്തേക്ക് ഓടും. ഇപ്പം ഈ ബാങ്ക് കേൾക്കാത്തടത്ത് വീട് വെച്ച് താമസിക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് ഞാൻ പറയല്ല. അവിടെയൊക്കെ ആയിരിക്കും ബാങ്ക് കേൾക്കുന്ന സമയത്ത് ആര് വരാം? എല്ലാ സാധനങ്ങളും വന്നു കൂടാ. മനസ്സിലായില്ലോ? അത് വലിയ ചെറിയ ഷെറൊന്നുമല്ല, അത് വലിയ ഷെറ തന്നെയാണ്. വലിയ പ്രയാസങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ബാങ്ക് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതുങ്ങളിങ്ങനെ വരും അല്ലേ. എന്നിട്ട് നിസ്കാരത്തിൽ ഒരു വസ്വാസം ഉണ്ടാക്കും. കിട്ടാത്ത മാല കിട്ടി, കിട്ടാത്ത താക്കോല് കിട്ടി അല്ലേ, മറന്നുപോയ പൈസ കിട്ടി, ഒക്കെ കിട്ടണ എവിടുന്നാ? നിസ്കാരത്തിൽ. എല്ലാം കിട്ടും, എല്ലാം ഓർക്കും അല്ലേ, എല്ലാം ഓർക്കും അല്ലേ. കടയിലായിരിക്കും ശ്രദ്ധ, ഒക്കെ ഉണ്ടാകും. അത് ഖുശൂ ഇല്ലായ്മയാണ്. ഖുശൂ കിട്ടേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും? ഞായറാഴ്ച ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞായറാഴ്ച ക്ലാസ്സിൽ രണ്ടാമത്തെ ആയത്താണ് എടുക്കുന്നത്. രണ്ടാമത്തെ ആയത്തിൽ ഖുശൂ ഉണ്ട്. വിശ്വാസികൾ ഖുശൂ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അവിടെ ഖുശൂ നിസ്കാരത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല, അള്ളാഹിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞായറാഴ്ച പറയും ഇൻഷാ അല്ലാഹ്. നോക്കി, അപ്പോൾ നമ്മൾ എത്ര കാര്യം പറഞ്ഞു? 3 കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തെ കാര്യം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന്, അല്ലെങ്കിൽ ആ ഒരു ഷഹാദ പറയുന്ന സമയത്ത് എന്ത് പറയണം? റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ റസൂല. റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഫഖദ് സബത ഫി സ്വഹീഹ് മുസ്ലിം, മുസ്ലിമിൽ വന്ന ഹദീസാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലോ, ബാങ്ക് കേൾക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞാൽ ഗഫറ ലഹു ദംബ, അവൻ്റെ പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുക്കും. ഏത് സമയത്ത്? ഷഹാദ പറയുന്ന സമയത്ത് എന്ത് പറയാ? റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ അതിലൂടെ പുറത്തു കിട്ടും. അഞ്ചാമത്തെ കാര്യം എന്താണ്? അദ്ദുആഉ ബൈനൽ ആദാനി വൽ ഇഖാമ ലാ യുറദ്. ഒരാൾ ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം പ്രാർത്ഥിച്ചാൽ തടയപ്പെടുകയില്ല, ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മളെന്താ ചെയ്യുക?
ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി 20 മിനിറ്റ് ഉണ്ട് നമ്മളിങ്ങനെ വർത്താനം പറയും. പരമാവധി 15 മിനിറ്റ് കളയും. പിന്നെ 5 മിനിറ്റുമ്പോൾ 2 റക്അത്ത് സുന്നത്തുമ്പോൾ അങ്ങ് നോക്കും. അല്ല ഒരു പിടുത്താണ് സുന്നത്തുമ്പോൾ 2 റക്അത്ത് അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? നമ്മൾ എന്ത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കളയുന്നത്. നമുക്ക് കിട്ടുന്ന വലിയ നേട്ടമാണ്. സൊഫയിൽ നിന്നൊരാൾ ദുആ ചെയ്താൽ എന്തുണ്ട്? ഉത്തരം കിട്ടും അല്ലേ? മറവിയിൽ ഉത്തരം കിട്ടും അല്ലേ? എന്നാൽ നമ്മുടെ നാട്ടിൽ പള്ളിയിൽ ഉത്തരം കിട്ടും എപ്പോൾ? ബാങ്കിന് ഇഖാമത്തിനിടയിലുള്ള സമയം. ഞാൻ പറഞ്ഞത് ചില സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. പള്ളി ഹുറുമത്തുള്ളതാണ്. അവിടെ എന്ത് ചെയ്യണം? ആ ഹുറുമത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവിടെ അനാവശ്യ സംസാരങ്ങളൊന്നും ചെയ്യില്ല, പാടില്ല, ശ്രദ്ധിക്കണം. ആരെങ്കിലൊക്കെ വർത്താനം പറയണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് പറയാം. ആ ഒരു മര്യാദ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. കാരണം ദിക്റും ദുആയും ഖുർആൻ പാരായണങ്ങളുമാണ് എവിടെ ഉണ്ടാവേണ്ടത്? പള്ളിയിലുണ്ടാവും. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്നിട്ട് ഞാൻ പറയണേ അതിനൊന്നും പറഞ്ഞതല്ല. ഇത് മൊത്തത്തിലൊരു നസീഹത്താണ്. ചെയ്തിട്ട് പറയണേക്കാൾ നല്ലത് ചെയ്യണമെന്ന് പറയണല്ലേ അല്ലേ? കുട്ടി എന്താണ് ഈ കുട്ടി? നമ്മളിപ്പോൾ കുട്ടികളോട് എപ്പോഴും ദുആ പറയുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ നമ്മളെ മക്കളോട് പറയേണ്ടത് എന്താണെന്നറിയും? അള്ളാഹ് നിന്നെ കാണുന്നുണ്ട് കേട്ടോ. അള്ളാഹിൻ്റെ കണ്ണ് വെട്ടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് എപ്പോഴും എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. തെറ്റ് ചെയ്യുമ്പോഴല്ല, തെറ്റ് ചെയ്യാത്തപ്പോൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളെ നല്ല സന്തോഷ സമയത്ത് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പോഴോ ഒരു കുട്ടി പറയാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഉപ്പ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അള്ളാഹ് കാണുന്നുട്ടോ. കുട്ടി എന്ത് വിചാരിക്കുക? ഞാൻ പറഞ്ഞിട്ട് ഉപ്പ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ? അപ്പോഴും അള്ളാഹ് കാണുന്നുണ്ടെന്നാണ് പറയണേ. ആ കുട്ടിക്ക് അപ്പോൾ മനസ്സിലാവില്ല. അത് എപ്പോഴാണ് പറഞ്ഞു കൊടുക്കണ്ടേ? നല്ല സന്തോഷത്തിലിരിക്കില്ല നമ്മൾ. നല്ല മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കണം, നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മോൻ അല്ലേ, ഇതൊക്കെ നല്ല സന്തോഷത്തിലേക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത്? അള്ളാഹു കാണും, അള്ളാഹ് അറിയണുണ്ട്, അള്ളാഹ് നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിൻ്റെ കണ്ണ് വെട്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റൂല. എന്നാൽ കുട്ടിക്ക് അപ്പം പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? തെറ്റുകൾ വരുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ ബോധം ഉണ്ടാകും. അപ്പോൾ 5ാമത്തെ കാര്യം പറഞ്ഞത് എന്താണ്? ദുആ ചെയ്യുക എന്നത്. ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിൽ ദുആ ചെയ്യുക എന്നതാണ്. ഇനിയോ ഈ 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? വീട്ടിൽ പോയിട്ട് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്താ കാരണം? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്തവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കണം. അള്ളാഹു ഇരുത്തും ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു പഠിക്കാനും പകർത്താനും എനിക്കും നിങ്ങൾക്കുമൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹിദായത്ത് കിട്ടാത്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അടിയുറച്ച് മരണം വരെ ജീവിച്ച് യഥാർത്ഥ മുത്തഖിയായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.